നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഒരു പുതിയ സബ്ജക്റ്റാണ് വ്യാഴം വക്രത്തിലേക്ക്. വ്യാഴമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും നല്ല ഗ്രഹമാണ്, സമ്പത്തിൻ്റെ ഗ്രഹമാണ്, അനുഗ്രഹത്തിൻ്റെ ഗ്രഹമാണ്. ഇപ്പം വ്യാഴം വക്രത്തിലേക്കെന്ന് പറയുമ്പം ഈ വരുന്ന ഒക്ടോബർ 18 മുതൽ ഏകദേശം 49 ദിവസം വ്യാഴം വക്രത്തിലോട്ട് പോവാം. വക്രത്തിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ കറങ്ങി അത് പുറമോട്ട് കറങ്ങി പോവുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ഒരുപാട് അനുഗ്രഹം വരുന്ന പ്രത്യേകിച്ച് ഒരു 12 നാളുകാരുണ്ട്. 9 മുതൽ 12 പൂർണ്ണമായിട്ടും 9 നാളുകാർക്കല്ല 12 നാളുകാർക്കായിട്ടുള്ള ബെനിഫിറ്റായിട്ടുള്ള വരുന്നുണ്ട്. അപ്പം ഈ വ്യാഴത്തിൻ്റെ മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 49 ദിവസം എന്ന് പറഞ്ഞാൽ, അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ നീണ്ടു നിൽക്കും. അത് പിന്നെ പ്രീവിയസ് വരും. പക്ഷേ ഇത്ര ഒരു സമയം കൊണ്ട് ആൾക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ വരുന്നു. അപ്പോൾ ഏതൊക്കെ രാശിക്കാരാണ് അത് വരുന്നതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അതിനു മുമ്പ് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെന്ന് വരില്ല. അതൊന്നും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്, വലിയ പൈസയുടെ ഗ്രഹമാണ്. ഏത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ പോലും വ്യാഴമാണ് വലിപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ള ഗ്രഹമാണ്. അതേമാതിരി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റാണ് ഗുരു എന്ന് പറയും വ്യാഴം. എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ, ഫൈനാൻസിൻ്റെ ഗ്രഹമാണ്, ബാങ്കിങ്ങിൻ്റെ ഗ്രഹമാണ്. അങ്ങനെ അപ്പോൾ ആ വ്യാഴത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ആകെ എനിമീസ് ഏറ്റവും കുറവുള്ള പ്ലാനറ്റാണ് വ്യാഴമെന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി വ്യാഴം ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുപ്പം മാത്രമല്ല, രാഹു കേതുവാണ് 2 എനിമി പ്ലാനറ്റുള്ള. ബാക്കി എല്ലാ ഗ്രഹങ്ങളും മിത്രങ്ങളാണ്. അപ്പോൾ ഈ വ്യാഴമെന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പോൾ സപ്പോസ് ശനി, പല ആൾക്കാരും ശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ശനിക്ക് പോലും പ്രശ്നം ഉള്ളിടത്തോട്ട് വ്യാഴത്തിൻ്റെ നോട്ടം പോയി കഴിഞ്ഞാൽ ശനി പോലും പോസിറ്റീവ് ആകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ പവർ ഒന്ന് നോക്കി. അപ്പോൾ വ്യാഴത്തിൻ്റെ ശത്രുക്കളല്ലാത്ത ഗ്രഹത്തിന് വ്യാഴത്തിൻ്റെ നോട്ടം വന്ന ആ ഗ്രഹം പോലും പോസിറ്റീവ് ആകും. അപ്പം സപ്പോസ് ഇപ്പം മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ചില ആൾക്കാർക്ക് അസുഖങ്ങൾ പോലും വരുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴം നെഗറ്റീവായ ആൾക്കാർക്ക് ഫാറ്റി ലിവറായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫാറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാം. അല്ലെന്നൊരിൽ ഈ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും നോക്കേണ്ട വ്യാഴം ആണെങ്കിൽ ഏത് പ്ലാനറ്റായ ഏത് പൊസിഷൻ ഏത് ഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. അതിപ്പം ചിലപ്പോൾ ശനി കണക്റ്റഡാണ്, അല്ലെന്നൊരു സപ്പോസ് രാഹു കേതു കണക്റ്റഡാണ് വ്യാഴത്തിൻ്റെ കൂടെ എന്നൊരിലൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴം നെഗറ്റീവായി പോകും. അപ്പോൾ ആ ഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഹൗസ് നെഗറ്റീവ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പോർഷനിലാണ് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം അസുഖങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഏത് ഹൗസൊന്നുണ്ട്. അപ്പം തലയുടെ മേളിലത്തെ ഒരു ഹൗസ്, വിജയത്തിൻ്റെ മേളിൽ 1-ാം ഭാവം, 2-ാം ഭാവം, അവിടെ മുതൽ ഇവിടെ വരെ, അത് കഴിഞ്ഞ് 3, 4 അങ്ങനെ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നമ്മുടെ ശരീരത്തെ ഓരോ അവയവങ്ങളെ പറ്റിയും തിരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബർത്ത് മാർഗം കാര്യങ്ങളും എല്ലാം ഈ ഒരു അലൈൻമെൻറ്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 2-ാം ഭാവത്തിൽ ചിലപ്പോൾ ഗുളിക നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പാக മറുക കാണും, പാട് കാണും. അപ്പം 3-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ കൈക്ക് ഇവിടെ മറുകയാണ്, ഉറപ്പാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിനെയും ഗുളികനെ പറ്റി അങ്ങനെ ഡീപ്പായിട്ട് പോകുമ്പം ജസ്റ്റ് ഒന്ന് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെയുള്ള എങ്ങനെ കണ്ടുപിടിക്കും, എല്ലാത്തിനും ഇവിടെ പോസിബിലിറ്റി. അപ്പോൾ ഒരാളുടെ ശരീരത്തെ ബർത്ത് മാർക്ക് അല്ല അവരുടെ വൈഫിൻ്റെ ബർത്ത് മാർക്ക് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സബ്ജക്റ്റാണോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ ബൃഹനാടി ചെയ്യുന്ന മെയിനായിട്ട്, എന്നാലും ഈ ബൃഹനാടി, നക്ഷത്രാടി, വേദിക് അസ്ട്രോളജി മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ വ്യാഴത്തെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ വ്യാഴം കണക്ഷൻ വരുന്നത്. ഇപ്പം നമ്മുടെ മീനൻ രാശി, മീനമല്ല, നമ്മുടെ കർക്കിടക രാശിയിലാണ് വ്യാഴം ഇപ്പം മാറുന്നത്. അപ്പോൾ ഈ കർക്കിടക രാശിയിലോട്ട് വരുമ്പം അവിടെ നിന്ന് 159 എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക രാശിക്കാർക്ക് അപ്പം ജന്മത്തിലാണ് വ്യാഴം വരുന്നത്. അതേമാതിരി അവിടുന്ന് 15 എന്ന് പറഞ്ഞാൽ അവിടുന്ന് താഴോട്ടുള്ള നോട്ടം, 5-ലോട്ടുള്ളൊരു നോട്ടം വരും. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചികമാണ്. വൃശ്ചികത്തിലെ ഈ ഇത്ര അവിടുത്തെ ഈ 3 നാളുകാർക്ക്, അതുപോലെ മേടൻ രാശിയിലെ 3 നാളുകാർക്ക്, അതായത് പുണർന്നത്തിൻ്റെ ഒടുവിലത്തെ കാല പൂയം, ആയില്യം, അതാണ് വരുന്നത്. അതേമാതിരി ഇപ്പം ഇവിടെ വരികയാണെങ്കിൽ ഇപ്പം ഈ ഇതിനും വരുന്നതായിട്ടുള്ള ഈ സ്റ്റാറുകാർക്ക് അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ട് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നത് എഡ്യൂക്കേഷനുമായിട്ടുള്ള ലവിൻ്റെയാണ്.
അങ്ങനെ 5 എന്ന് പറയാം. അപ്പോൾ നമ്മളതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പറയാം. അതേമാതിരി ഇതിൻ്റെ തിരുവോണം അവിട്ടം ഇങ്ങനെയൊക്കെ വരുന്ന ആളുകാർക്ക് ഇത് വിശാഖം അനിഴം തൃക്കേട്ട അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വിശാഖത്തിൻ്റെ ഇത്ര പാതകൾ അനിഴം തൃക്കേട്ട എൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ എൻ്റെ അസ്ട്രോ ഗുരു എന്ന് പറയുന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മൊത്തം ചാർട്ടും എല്ലാം വരച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഉണ്ടെന്ന് അസ്ട്രോ ഗുരു അല്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെന്ന രീതിയിൽ പോയിക്കല്ല അസ്ട്രോ ഗുരു എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ വിശദമായിട്ടുള്ള മൊത്തം ചാർട്ടും A to Z കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ മകരത്തിലോട്ട് മാറും. മകരം എന്ന് പറഞ്ഞാൽ 7 159 പ്ലസ് പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നതിലോടും വരും. അപ്പം മകരത്തിൽ വരുമ്പോൾ തിരുവോണം അവിട്ടം അങ്ങനെയൊക്കെയുള്ള നാളുകാർക്ക് വളരെ നല്ലതാണ്. അവർക്ക് വരുന്ന 7 എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ്, കല്യാണം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതേമാതിരി വരുന്ന മീനൻ രാശി 159 എന്ന് പറഞ്ഞാൽ അത് ലക്കിൻ്റെയാണ്, ഭാഗ്യസ്ഥാനമാണ്. അതേമാതിരി രേവതി മീനൻ രാശിയിലോട്ട് ഇതിൻ്റെ നോട്ടം വരുന്നുണ്ട്. അപ്പം 1 5 9 പിന്നെ 7, അപ്പോൾ 1 5 9 7 ഇത്തരം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നോട്ടം വരുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ജന്മത്തിൽ വ്യാഴം എന്ന് പറയുന്ന അവർക്ക് അത്ര അവർക്ക് നല്ലതല്ലെന്ന് വരിലും അതിന് അടുത്തതിലോട്ട് പോകുമ്പോഴെന്ന് 1 5 9 5 എന്ന് പറഞ്ഞാൽ ലവിൻ്റെയാണ്. അതുപോലെ പഠിത്തം, ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപരിവിദ്യാഭ്യാസത്തിന്, അതുപോലെ IELTS എക്സാം എഴുതിയിട്ടിരിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നല്ല വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ പ്രണയത്തിൽ പോയി അകപ്പെടാം. പ്രത്യേകിച്ച് രാഹുവൊക്കെ എന്നാണ് 5 നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നില്ല, ആ ഒരു പോർഷനിൽ നിൽക്കുന്ന ആൾക്കാരെ പ്രണയത്തിലകപ്പെടാനുള്ള സാധ്യത. അതുപോലെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക്, ഉപരിപഠനം നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ വിവാഹം, പാർട്ട്ണർഷിപ്പ്, പുതിയ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി പുതിയ കല്യാണം കഴിക്കുക അല്ലാതെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ പുതിയ പാർട്ട്നേഴ്സുമായിട്ട് അലൈൻ ചെയ്യാനുള്ള ആൾക്കാർക്കാണെന്ന് ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആ ബിസിനസ്സിൽ നല്ല ഉയർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് വ്യാഴം എന്ന് സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ദമ്പതിമാർക്ക് പൊതുവെ ഐശ്വര്യം കാര്യങ്ങൾ. അപ്പോൾ 5 എന്ന് പറഞ്ഞാലും ഇതിലും ഒരു അവിടുത്തെ ഒരു ഐശ്വര്യം കാണാൻ വിദ്യാഭ്യാസത്തിൻ്റെ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറി പൊതുവെ അങ്ങനെ ഉഴപ്പുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നിട്ട് മാറാനും, പ്രത്യേകിച്ച് ദാമ്പത്യ സുഖം ഭാര്യ ഭർത്താക്കന്മാർക്കാണെന്ന് നല്ലതായിട്ടുള്ള ജീവിതം വരാൻ, അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജീവിതത്തിൽ വീട്ടിൽ നിലനിന്നായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിയിൽ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സാമ്പത്തികമായിട്ട് നിന്നായിരുന്ന ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുന്നത്. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ അതേമാതിരി ഇത് 9 എന്ന് പറയുമ്പോൾ ഇത് അതും ലക്കിൻ്റെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ കടം കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതേമാതിരി നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലോട്ടറി അല്ലെങ്കിൽ KSF ചിട്ടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരിക അത് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പല രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാനും എടുക്കാനും ഉള്ള നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതേമാതിരി നിങ്ങളുടെ അച്ഛൻ പോലും എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് അച്ഛന് പോലും പോസിറ്റീവായിട്ടുള്ള വരുമെന്ന്. അപ്പോൾ വ്യാഴമെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക, അതുപോലെ ധനസമ്പാദനം, പ്രത്യേകിച്ച് അവിടെ ശുക്രൻ്റെ കൂടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വ്യാഴം നിൽക്കുന്ന അവിടെ കണക്ക് വരുന്ന പൈസയാണ്, സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ ലഗ്നം വെച്ചിട്ടാണ് പറയുന്നത്. ലഗ്നം വെച്ചിട്ട് പറയുന്നതും നമ്മുടെ രാശി വെച്ചിട്ട് പറയുന്നതല്ല. ഇത് ലഗ്നം വെച്ചിട്ടല്ല, രാശി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലഗ്നം വെച്ച് പറഞ്ഞാൽ അത് അക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അത്ര അക്യുറസി കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം വരുമെന്നുള്ള മനസ്സിലാക്കുക. അതേമാതിരി ഇത്രയും ഒരു നാളുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇത്രയും 4 രാശിക്കകത്താണെങ്കിലും ഓരോ രാശിക്കകത്താലും 9 പാദങ്ങളുണ്ട്. ഈ 9 പാദങ്ങൾ കൂടാതെ അതിന് പിന്നെ സബ്ലോഡ് വരുന്നത് ആക്ച്വലി ഇതിന് 249 കോമ്പിനേഷൻ ഉണ്ടാകും. നമ്മുടെ വേദിക് അസ്ട്രോളജിയിലൊന്നും അത് പറയുന്നില്ല, കാരണം സബ്ലോഡുണ്ട്. സബ്ലോഡിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഇതിനകത്ത് 4 പാദങ്ങളുള്ള 4 പാദ, ഇപ്പോൾ രോഹിണി സപ്പോസ് 4 പാദമുണ്ട്, 4 പാദത്തിൻ്റെ ഇത് സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കും. പക്ഷെ പിന്നെ സബ്ലോഡ് മാറുന്നതിൻ്റെ അനുസരിച്ച് അവരുടെ പിന്നെ ഡീപ്പായിട്ടുള്ള കോമ്പിനേഷൻ പോകുന്നുണ്ടെന്നുള്ളതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിനകത്ത് ലഗ്നം വെച്ചിട്ടാണ് 100%. അപ്പം എൻ്റെ വീഡിയോ ഇതിനകത്ത് നമ്മുടെ വിശദമായിട്ടുള്ള പിക്ചറൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ അസ്ട്രോ ഗുരു എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷനോ
പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെന്ന് വരില്ല. എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് 8086871463 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പർ. അല്ലെന്നൊരു 7909113957 7909113957 അതിനകത്ത് വാട്സപ്പ് അയക്കാവുന്നതാണ്. അതുപോലെ എൻ്റെ ആസ്ട്രോ ഗുരു എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ വ്യാഴത്തിൻ്റെ എല്ലാ നാളുകാർക്കും 27 നക്ഷത്രക്കാരുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ ഉൾപ്പെടെ A to Z ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.